ഹലോ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു 2 മാസമായിട്ട് നമ്മൾ വീഡിയോസൊന്നും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പഴയ വീഡിയോസിലൊക്കെ ഒരുപാട് കാണിച്ചിട്ടുണ്ട്. എൻ്റെ ഉപ്പച്ചി പെട്ടെന്ന് മരിച്ചുപോയി. ആ ഒരു കാരണം കൊണ്ട് നമുക്ക് വീഡിയോസൊന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഉപ്പച്ചി മരിക്കുന്ന സമയത്ത്, അതായത് ആ ഒരു ദിവസവും പിറ്റേ ദിവസവും എൻ്റെ ചാനലിൽ എൻ്റെ വീഡിയോസും ഷോർട്ടും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടുകാരും വീട്ടുകാരും അതുപോലെ കുടുംബക്കാരും ഒക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു സമയത്ത് തന്നെ വേണമായിരുന്നോ? കാരണം ഉപ്പച്ചി മരിക്കുന്ന ആ ഒരു ടൈമിൽ പോലും വീഡിയോസ് പബ്ലിഷ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടുകാർക്ക് ഇങ്ങനെ ചോദിച്ച സമയത്ത് എനിക്ക് നല്ല വിഷമമായി. ഞാൻ അപ്പോൾ അവരോട് അതിനുള്ള മറുപടി അവരോട് അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വാട്സാപ്പിൽ മെസ്സേജ് വന്നത് കൂട്ടുകാരും നാട്ടുകാരൊക്കെ അങ്ങനെ, അത് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ യൂട്യൂബിൽ 2-3 ഇങ്ങനെ പുച്ഛത്തിൻ്റെ സിമ്പലും കമൻറ്റും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് കാണുന്നത് കേട്ടോ. അത് അപ്പോൾ തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല. എന്തായാലും അത് എൻ്റെ ചാനൽ കാണുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആണ് കേട്ടോ ഇത്. യൂട്യൂബ് ഒരു ഷെഡ്യൂൾഡ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഐദൂട്ടി ഉറങ്ങുന്ന സമയത്തും അവൻ്റെ ഡിസ്റ്റർബൻസ് ഇല്ലാത്ത സമയത്തൊക്കെ എഡിറ്റ് ചെയ്തിട്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് വെക്കാറ്. എന്നിട്ട് അതെനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈമിൽ ഞാൻ ഷെഡ്യൂൾ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ അറിയില്ലല്ലോ നമുക്ക് എന്ത് ആപത്താണ് വരുന്നത്, ഏത് സമയത്താണ് വരുന്നതെന്നൊക്കെ. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് വെച്ചത് ഉപ്പച്ചി മരിക്കുന്നതിൻ്റെ ആ ഒരു ദിവസത്തെ ഒരു സമയത്ത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മുന്നേ ചെയ്തതാണ്. അതിൻ്റെ പിറ്റേന്നും ഇങ്ങനെ ഷോർട്ടൊക്കെ ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് ഷെഡ്യൂളാക്കി വെച്ചു. അപ്പോൾ ഉപ്പച്ചി മരിക്കുന്നത് ഉച്ചയ്ക്ക് 12:30-2 മണി ആ ഒരു ടൈമിനിടയ്ക്കാണ്. ആ ഒരു ടൈമിനിടയ്ക്ക് തന്നെയാണ് വീഡിയോയും വന്നത്. അപ്പോൾ പിന്നെ ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല, എല്ലാവരും ചോദിച്ചു. അപ്പോൾ ഇതാണ് സംഭവിച്ചത്. ആ ഒരു 2 ദിവസത്തേക്ക് നമ്മുടെ മൈൻഡേ ഈ ഫോണോ യൂട്യൂബോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്ന പോലുമില്ല. എന്നിട്ടും ഇങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ സങ്കടമായി. അപ്പോൾ അത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഈ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആണ്. ഇത് എന്നെ അറിയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്, അറിയാത്തവർക്കും കാണാം. ഇപ്പോൾ ഇനി പ്രോപ്പറായിട്ട് വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.